ഹലോ, ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് യൂണിറ്റ് 4 വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ ശരിക്കും എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നിടത്ത് നമ്മളൊരു ആക്ച്വലി ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു റിയൽ വേൾഡ് ഇമേജ്. ആ റിയൽ വേൾഡ് ഇമേജിന് നമ്മളൊന്ന് ക്യാപ്ചർ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഒരു ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്ചർ ചെയ്യുന്ന നമുക്ക് ഫോട്ടോ എടുക്കുന്ന നമ്മുടെ ക്യാമറേനകത്ത് ഒരു സ്ക്വയർ, ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിന് അകത്തിലൂടെയാണ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഫ്രെയിമിലൂടെയാണ് നമ്മൾ ആ ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു വലിയൊരു ഇമേജിനെ നമുക്ക് ആ ഒരു റെക്റ്റാങ്കുലർ ഏരിയയിൽ കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഇതാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഒരു ഒറിജിനൽ ഇമേജ്, ആ ഒറിജിനൽ ഇമേജിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതാണ് വിൻഡോ ടു വ്യൂ പോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വിൻഡോ എന്താ എന്നുള്ളത് നമുക്ക് പറയാനുണ്ട്, വ്യൂ പോർട്ട് എന്താണെന്നുള്ളത് പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ക്യാമറയിലൂടെ ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്ന കേസ് ആലോചിക്കുക. ആ ക്യാപ്ചർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു റെക്റ്റാങ്കുലർ ഏരിയ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ചില കേസുകളിൽ റെക്റ്റാങ്കുലറിന് പകരം സർക്കിളായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നതിൻ്റെ മുന്നേ വിൻഡോ എന്താണെന്നുള്ളത് നമുക്കറിയണം, അതേപോലെ തന്നെ വ്യൂ പോർട്ട് എന്താണെന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദ വിൻഡോ, ദ ഏരിയ വേർ ഇമേജ് ഈസ് വ്യൂഡ് ഇൻ റിയൽ വേൾഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, നമ്മൾ ഏരിയ വേർ ഇമേജ് ഈസ് വ്യൂഡ് ഇൻ റിയൽ വേൾഡ്, നമ്മൾ നോർമലി നമ്മുടെ റിയൽ വേൾഡിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഏരിയനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. അതിൽ ആ ഓരോ ഇമേജിനും അതിൻ്റേതായിട്ടുള്ള XY കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ദ വേൾഡ് കോർഡിനേറ്റ് ഏരിയ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻസ് വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ്. നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് വിൻഡോയിലൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഒരു റിയൽ വേൾഡ് ഇമേജ്, ആ റിയൽ വേൾഡ് ഇമേജിന് എന്താണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്, വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ്, ദാറ്റ് ഈസ് കോൾഡ് വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് എന്നുള്ളതാണ് വിൻഡോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വ്യൂ പോർട്ട്, ഏരിയ വേർ ഇമേജ് ഈസ് വ്യൂഡ് ഇൻ ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ ഡിവൈസ് കോർഡിനേറ്റ്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റിയൽ വേൾഡ് ഇമേജ്, അതിനെ നമ്മൾ ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിജിറ്റൽ ക്യാമറൻ്റെ ആ ഒരു സ്ക്വയറിൽ, റെക്റ്റാങ്കുലർ സ്ക്വയറിലൂടെ നമ്മൾ കാണുന്ന ആ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ഏരിയന വേർ ഈസ് ടു ബി ഡിസ്പ്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ വിൻഡോ ആവുന്ന സമയത്ത് വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് ആയിരുന്നു. ദെൻ വ്യൂ പോർട്ട് ആവുന്ന സമയത്ത് വേർ ഈസ് ടു ബി ഡിസ്പ്ലേഡ്, എവിടെയാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ആ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ്, അതിൻ്റെ കോർഡിനേറ്റ് പൊസിഷനെയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. ഏരിയ മീൻസ് വേർ ഈസ് വ്യൂഡ് ഇൻ ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ ഡിവൈസ് കോർഡിനേറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കാണുന്ന രണ്ടും ഒരേ ഇമേജ് ആയിരിക്കും, പക്ഷെ റിയൽ വേൾഡിൽ കാണുന്ന സമയത്ത് അവിടെ വേൾഡ് കോർഡിനേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേ കണ്ടന്റിന് തന്നെ നമ്മുടെ ഡിവൈസിലൂടെ നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമ്മൾ കാണുന്ന സമയത്ത് അത് ഡിസ്പ്ലേ ഡിവൈസ് കോർഡിനേറ്റ് ഏരിയയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിസ്പ്ലേ ഡിവൈസ് ഓഫ് കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു. വിൻഡോ ആൻഡ് വ്യൂ പോർട്ട് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കുക. വിൻഡോ ഡിഫൈൻസ് വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ്, എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് വിൻഡോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വ്യൂ പോർട്ട് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേർ ഈസ് ടു ബി ഡിസ്പ്ലേഡ്, അത് നമ്മൾ എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഏത് ഔട്ട്പുട്ട് ഡിവൈസിലാണ് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫൈൻസ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് ആണ്, ആൻഡ് വ്യൂ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ഇറ്റ് ഈസ് ടു ബി ഡിസ്പ്ലേഡ്, അത് എവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് വ്യൂ പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുന്നത് ഒരു റിയൽ ഇമേജ് ഉണ്ട്. ഈ വേൾഡ് കോർഡിനേറ്റ്സിനെ നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത്
ഇതിലെ ഇതാണ് വിൻഡോ എന്ന് പറയുന്നത്, ഇതാണ് വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. ഈ വിൻഡോയിൽ നിന്ന് ഈ വ്യൂ പോർട്ടിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ വിൻഡോവിങ്, അല്ലെങ്കിൽ വേൾഡ് കോർഡിനേറ്റ് മാപ്പിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഒരു റിയൽ ഇമേജസിൽ നിന്ന് ഈ ഒരു റിയൽ ഇമേജിനെ ഇതിലെ ഈ ഒരു റെക്റ്റാങ്കുലർ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡിവൈസ് കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വ്യൂ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഈ ഒരു വിൻഡോസിൽ ഒരുപാട് കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ ഒരു പോർഷൻ മാത്രമല്ല, ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് വിൻഡോ പൊസിഷൻ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അതിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ആ ക്യാപ്ചർ ചെയ്യുന്ന പോർഷനാണ് നമ്മുടെ ഡിവൈസിലൂടെ നമുക്ക് കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് വിൻഡോ ടു വ്യൂ പോർട്ട് കോർഡിനേറ്റ്സ്. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഇത് വേൾഡ് കോർഡിനേറ്റ്സ്. ഈ വേൾഡ് കോർഡിനേറ്റ്സിനെ നമ്മൾ വ്യൂ പോർട്ട് കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ പോർട്ട് കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്ലിപ്പിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ക്ലിപ്പ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോ ഒരു ഓൾറെഡി ഉള്ള ഒരു വേൾഡ് കോർഡിനേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡിവൈസ് കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ് അല്ലേ. ഈ ഒറിജിനൽ ഇമേജിൽ നിന്ന് നമ്മൾ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോയത്. ബാക്കിയുള്ള പോർഷനൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇറ്റ് ഈസ് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ആവശ്യമുള്ള പോർഷനെ മാത്രം സെലക്ട് ചെയ്ത് ബാക്കിയുള്ള പോർഷനെ അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലിപ്പിംഗ്. ക്ലിപ്പ് ചെയ്ത് കളയുക, കട്ട് ചെയ്ത് കളയുക, ആവശ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്യുക. ഡിഫൈൻ നമുക്ക് ഇത് ബിഫോർ ക്ലിപ്പിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ആഫ്റ്റർ ക്ലിപ്പിംഗ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ഈ ഒരു ഏരിയയിലുള്ള കണ്ടന്റ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയാണ് ചെയ്തത്. ഓക്കെ, ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലിപ്പിംഗ്. ഓക്കെ, അപ്പോൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷന് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫോർമുല, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. സിമ്പിളാണ്. സംഭവം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു വിൻഡോ, ഒരു വേൾഡ് കോർഡിനേറ്റ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ടു ബി ഡിസ്പ്ലേഡ് എന്നുള്ള കേസാണ് വിൻഡോനകത്ത് വരുന്നത്. ആ വിൻഡോനകത്ത് അതിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും എന്തായാലും അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുക, നേരത്തെ ഫിഗർ, ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്ക്വയർ റെക്റ്റാങ്കുലർ ആണ് അതിൻ്റെ ഈ വേൾഡ് കോർഡിനേറ്റിൻ്റെ ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ബൗണ്ടറി കിടക്കുന്നത്. ഇതൊരു ബൗണ്ടറിയാണ്, ഇതിൻ്റെ ഒരു ബൗണ്ടറിയാണിത്, ഒരു ബൗണ്ടറിയാണിത് അല്ലേ. ഇതിൻ്റെ വിൻഡോ എന്ന് പറയുന്നതിൻ്റെ ബൗണ്ടറി, ഇവിടെ വ്യൂ പോർട്ട് എന്ന് പറയുന്നതിൻ്റെ ബൗണ്ടറി ഇതൊന്ന് അങ്ങനെ ഓരോന്നിനും ഓരോ ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബൗണ്ടറീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനിൽ. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മൾ ആ റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ഡയറക്ഷനാണ്, ഇത് വൈ ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ ഇവിടെ നിന്ന് 0 മുതൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതേപോലെ വൈൻ്റെതും 0 മുതൽ ഇവിടുന്ന് മേലോട്ട് പോകുന്നതോറും അത് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിൻഡോ എന്നുള്ളിടത്ത് നമ്മൾ XW എന്നുള്ളതും വ്യൂ പോർട്ട് എന്നുള്ളതിന് XV അല്ലെങ്കിൽ YV എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് വിൻഡോ മിനിമം ആൻഡ് XW മിനിമം എന്നുള്ളതാണ് ഈ ഫസ്റ്റ് പോയിന്റ് വരിക. ഇത് XW മാക്സിമം ആൻഡ് XW മിനിമം, then XW maximum, YW maximum and XW minimum, YW maximum. ഇതാണ് 4 ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ദിസ് വിൻഡോയിൽ. ഓക്കെ, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വരുന്ന ഒരു പോയിന്റ്, ഒരു കോർഡിനേറ്റ് പോയിന്റ് ആണ് XW YW എന്ന് പറയുന്നത്. ഈ സെയിം പൊസിഷന് എന്തിലും അതിൻ്റേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. വ്യൂ പോർട്ട് ഏരിയയിലും അതിൻ്റേതായിട്ടുള്ളൊരു ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. ഈ സെയിം പ്രോസസ്സിൽ ഇവിടെ വിൻഡോ എന്നുള്ളിടത്ത് നമ്മൾ W കൊടുത്തെങ്കിൽ
വ്യൂ പോർട്ട് എന്നുള്ളിടത്ത് എക്സ് വി എന്നുള്ള ഇൻഡിക്കേഷനാണ് കൊടുക്കുക, എക്സ് വി ആൻഡ് വൈ വി. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ചെറുതായിട്ടൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്. എക്സ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെലക്ട് ചെയ്ത നമ്മൾ പൊസിഷൻ്റെ, അപ്പോൾ ഈ ഒരു പൊസിഷനാണ് എക്സ് ഡബ്ല്യു വൈ ഡബ്ല്യു, ഇത് എക്സ് വി വൈ വി ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഡബ്ല്യു മൈനസ് xw minimum divided by xw max minus xw minimum is equal to xv minus xv minimum xv divided by xv max minus xv minimum. ഈ രീതിയിൽ നമുക്ക് ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഫ്രം 1 ഈ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് എക്സ് വിനെയും അതേപോലെ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് വൈ വിനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്സ് വി ഇസ് ഈക്വൽ ടു എക്സ് വി മാക്സ് മൈനസ് എക്സ് വി മിനിമം എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിനിമം ഇൻറ്റു എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം പ്ലസ് എക്സ് വി മിനിമം. ഇതിന് നമ്മൾ തിരിച്ച് മറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് വി എന്നുള്ളതിനെ ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിന് ഇങ്ങോട്ട് മേലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വി കിട്ടും. അതേപോലെ തന്നെ വൈ വി നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ എക്സ് വിൻ്റെയും വൈ വിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് ഈ രീതിയിൽ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എക്സ് വിയും അതേപോലെ തന്നെ വൈ വിയും ഫൈൻഡ് ചെയ്തു. സോ കറസ്പോണ്ടിങ് ടു വിൻഡോ പോയിന്റ് എക്സ് ഡബ്ല്യു ആൻഡ് വൈ ഡബ്ല്യു, ദ വ്യൂ പോർട്ട് പോയിന്റ് എക്സ് വി വൈ വി ഈസ്, നമ്മൾ അത് വെച്ചിട്ട് എക്സ് വിയും വൈ വിയും ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. എക്സ് വി മാക്സ് മൈനസ് എക്സ് വി മിനിമം ഡിവൈഡഡ് ബൈ എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിനിമം ഇൻറ്റു എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം പ്ലസ് എക്സ് വി മിനിമം. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ്. ഇത് വിൻഡോ ടു വ്യൂ പോർട്ട് സ്കെയിലിംഗ് ഫാക്ടർ ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, എസ് എക്സ് എന്നുള്ള ടേമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇത് വിൻഡോ ടു വ്യൂ പോർട്ട് സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് വൈ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇത്രയും പോർഷനെ, ഈ ഒരു യെല്ലോ ഇഷ് ആയിട്ട് കാണുന്ന പോർഷനെ ഇവിടെ എക്സ് ഫാക്ടർ ആയതുകൊണ്ട് എസ് എക്സ് സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഇതിനെ എസ് എക്സ് എന്നും ഇതിനെ എസ് വൈ എന്നുള്ളതും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് നോക്കുക. സോ എക്സ് വി ഇസ് ഈക്വൽ ടു എസ് എക്സ് ഇൻറ്റു എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം പ്ലസ് എക്സ് വി മിനിമം എന്നുള്ളതായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്നും ഇത് ട്രാൻസ്ലേഷൻ ഫാക്ടർ എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈ ഫാക്ടറും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. സോ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഇൻവോൾവ്സ് ദ സ്കെയിലിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ. ഒരു വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അവിടെ സ്കെയിലിങ്ങും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷനും നടക്കുന്നുണ്ട്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം, അതിൻ്റെ സൈസ് ഒന്നെങ്കിൽ ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും എന്നുള്ളതാണ് സ്കെയിലിംഗ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണ്. അത് രണ്ടും എന്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് എക്സ് കോർഡിനേറ്റിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ വൈ കോർഡിനേറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് വി ഇസ് ഈക്വൽ ടു എസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം പ്ലസ് എക്സ് വി മിനിമം, അതേപോലെ വൈ ഫാക്ടറും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കേസാണ്. ജസ്റ്റ് വീഡിയോസ് ഒന്ന് കേട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.